അധ്യാത്മരാമായണം തുടരുന്നു. ഇന്ന് സുന്ദരകാണ്ഡത്തിൽ സമുദ്രലംഘനം, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം, സീതാദർശനം, രാവണൻ്റെ പുറപ്പാട് എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. മമ ജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകുന്നിതാശരേശാലയേ ഇതി പവനതനയനുരചയിത് വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും ദശവദനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനേൻ. തുർണം നടന്നിതു നാഗജനനിയും ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തത്സന്നിധേ മേവിനാൾ. അലമലമിതയമമലനരുതു ജയമാർക്കുമെന്നൻപത് യോജനവാ പുലർന്നീടിനാൾ. അതു പൊഴുതു പവനസുതനതികൃശ ശരീരനായി അങ്കുഷ്ടതുല്യാനയുൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരമവനു മുരുതരതപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ. ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ. സാധവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളുകെടോ, വിഗത ഭയമിനി വിരവിനോടു ഞാൻ പോകുന്നു. ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനകം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിനാൻ. തദനു ജലധിയിൽ അതിഗംഭീരദേശാലയേ സന്തതം വാണെഴും ഛായാഗ്രഹണിയും സരിതധിപനു പരിചോടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം നിജമനസി നീശിചരകൂലാരിയെ ധ്യാനിച്ചു നിർജ്ജനവൈരിപുരം ഗമിച്ചിടിനാൻ. ഉടൽ കടുകിനോട് സമമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതലം അലറിയൊരു രജനി ചരിവേഷമായി കാണായിതാശുലങ്കാശ്രീയെയും തഥാ ഇതി പരുഷ വചനമൊടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണെ താടിച്ചു കപീന്ദ്രനും രഘുകുലജവരസചിവാമാമുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തിടിനാൻ. മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി നയന ജലമനവരതമൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിലഴലൊടുമരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. വിഭുതകുലരിപു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോട് കണ്ടു കപികുഞ്ചരൻ. ശൃണുസുമുഖി തവ ചരണനളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദ മേ.
വിവിധമിതി ദശവദനനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിനാൾ, അറിക തവ മനസി പുനരിനി വിരവിനോടു വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ ഇതി മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായോരു ദശാനനൻ നിശിചരികളോടു സദയം അവനു മുര ചെയ്തിതു. അവനി മകളക തളിരഴിച്ചെങ്കലാക്കുവിനമ്പോടു 2 മാസം പാർപ്പനിന്നിയും. അപ്പോൾ ത്രിജടയുമാശു ചൊല്ലിടിനാൾ, സ്വപ്നമാഹന്ത കണ്ടേനിതാനീം ദൃഢം അഖില ജഗദധിപൻ അഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം മഹിഷിയും അഴകിനോടു മടിയിൽ വച്ചാദരാൽ മാനിച്ചു ചെന്നയോധ്യാപുരമേ വിനാൻ. മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു പവനസുതനിവ പലവും ആലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ബാലി സുഗ്രീവന്മാരുടെ ജന്മകഥയായിരുന്നു. എങ്ങനെയാണോ മക്കൾ ജനിക്കാൻ പാടില്ലാത്തത് അങ്ങനെ ജനിക്കപ്പെട്ട ബൈ പ്രൊഡക്റ്റുകളായ 2 മക്കൾ. പക്ഷെ 2 പേരും അതിശക്തരായിരുന്നു. ശക്തരായിട്ട് അവർ വളർന്ന നാടിൻ്റെ പേരാണ് കിഷ്കിന്ധം. അവിടെ സാമ്രാജ്യമായിരുന്നു. ജ്യേഷ്ഠനും അനുജനും നല്ല സ്നേഹത്തിലായിരുന്നു. പക്ഷെ ബാലിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. ക്ഷിപ്രകോപിയായിരുന്നു, ക്ഷിപ്രപ്രസാദിയായിരുന്നു. ഒരിക്കലൊരു തെറ്റ് കണ്ടാൽ അതിനോട് മറക്കുവാനും പൊറുക്കുവാനും തയ്യാറാകാത്ത പ്രകൃതമായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാത്ത സ്വഭാവത്തിനുടമയായിരുന്നു ബാലി. സുഗ്രീവൻ്റെ കുഴപ്പം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു സുഗ്രീവൻ. ഇതെല്ലാം ജന്മത്തിലും ജീവിതത്തിലും അപകടങ്ങളെ സൃഷ്ടിക്കുന്നു, കുടുംബ ബന്ധങ്ങളെ വഷളാക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നു. ദുന്ദുബി മായാവി ജ്യേഷ്ഠനും അനുജനുമാണ്. ഇതിൽ ദുന്ദുബി ശക്തിശാലിയാണ്. ദുന്ദുബി ഒരിക്കൽ ബാലിയോട് ഏറ്റുമുട്ടാൻ വന്നു. ബാലി അതിഭയങ്കരമായ യുദ്ധം ചെയ്യുന്ന ആളാണ്. ഗംഭീരമായ യുദ്ധത്തിനൊടുവിൽ ദുന്ദുബിയെ കൊന്നിട്ട് ദുന്ദുബിയുടെ മൃതശരീരം വലിച്ചെറിഞ്ഞു. അത് ഋഷ്യമൂകാചലത്തിൽ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന മഹർഷിയുടെ ശരീരത്തിനടുത്ത് വീണു, അദ്ദേഹത്തിൻ്റെ അരികിൽ വീണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഈ ദുന്ദുബിയുടെ മൃതശരീരത്തിലെ രക്തമെല്ലാം ചീറ്റിയപ്പോൾ അദ്ദേഹം കോപിഷ്ഠനായിട്ട്, ആരാണോ ഇത് വലിച്ചെറിഞ്ഞത് അവൻ ഈ മലയിൽ കയറിയാൽ തല പൊട്ടിത്തെറിച്ച് മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. അതോടുകൂടി ആ ഋഷ്യമൂകാചലത്തിന് ബാലികേറാ മല എന്നൊരു പേര് കൂടി കിട്ടി. ബാലിക്ക് കയറാൻ പറ്റാത്ത ഏക മല. അവിടെ ചെന്നാൽ ഈ ശാപം കൊണ്ട് ബാലി മരിച്ചു പോകും. ഈ ദുന്ദുബിയെ കൊന്നപ്പോൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനുജനായ മായാവി വന്നു. മായാവിയുമായിട്ട് വലിയ ഫൈറ്റിംഗ് നടക്കുകയാണ്. ആ ഫൈറ്റിങ്ങിനൊടുവിൽ താൻ തോൽക്കുമെന്ന് ബോധ്യം വന്നപ്പോൾ മായാവി ഓടി. പിന്നാലെ ബാലി ഓടി, കൂടെ സുഗ്രീവനുണ്ട്. ഓടി 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 ഒരു ഗുഹയിൽ ഒളിച്ചു. പിന്നാലെ ബാലിയും ഗുഹയിൽ കയറി. ഗുഹയിൽ കയറുന്നതിന് മുമ്പ് അനുജനായ സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ നീ പുറത്തിരിക്കൂ, ഞാനാണ് യുദ്ധത്തിൽ മരിക്കുന്നത് എങ്കിൽ രക്തം പുറത്തേക്ക് വരും. ആ രക്തം പുറത്തേക്ക് വരുന്നത് കണ്ടാൽ നീ ഉടനടി ഈ അസുരന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഈ ഗുഹയുടെ വാതിൽ ശക്തമായ പാറക്കല്ലുകൾ കൊണ്ട് അടക്കണം എന്ന് പറഞ്ഞു. യുദ്ധം അങ്ങനെ ആഴ്ചകളോളം നീണ്ടു. ഒടുവിൽ മായാവിയെ യുദ്ധത്തിൽ ബാലി കൊന്നു. പക്ഷേ മായാവിയാണ്, സൂത്രക്കാരനാണ്, ഈ വാക്ക് കേട്ടിട്ടുണ്ട്. അയാൾ കൃത്രിമമായിട്ട് രക്തമൊലിപ്പിച്ചു. ഇത് കണ്ടപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചു എന്ന് കരുതി വലിയ പാറക്കല്ലുകൾ കൊണ്ട് സുഗ്രീവൻ ഗുഹയുടെ കവാടമടച്ചു. നേരെ പോയി കിഷ്കിന്ധയിലെ സിംഹാസനത്തിലിരുന്നു. ഇവിടെ സുഗ്രീവന് വലിയ മിസ്റ്റേക്ക് പറ്റി. ജ്യേഷ്ഠൻ്റെ മൃതശരീരം കാണുന്നതിന് മുമ്പ് തന്നെ
ജ്യേഷ്ഠൻ മരിച്ചു എന്ന് ഉറപ്പാക്കി ജ്യേഷ്ഠൻ ഇരുന്ന സിംഹാസനം എടുക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് തൻ്റെ അനുജൻ തന്നെ ചതിച്ചിരിക്കുന്നു എന്ന ഒരു ധാരണയോ തെറ്റിദ്ധാരണ നമ്മുടെ ബാലിക്ക് വന്നു. ബാലി ശക്തനാണ്. ആ ഗുഹയുടെ കവാടമെല്ലാം ചവിട്ടി തുറന്ന് പുറത്തേക്ക് എത്തിയപ്പോൾ സിംഹാസനത്തിരിക്കുന്ന സുഗ്രീവനെ കാണുന്നു. അപ്പം തന്നെ കൊല്ലാൻ വേണ്ടി പിന്നാലെ ഓടി. തൻ്റെ ജ്യേഷ്ഠനോട് തനിക്ക് പറയുവാനുണ്ടായിരുന്ന കാര്യങ്ങൾ പറയുവാനോ ബോധിപ്പിക്കുവാനോ അവസരം കൊടുത്തില്ലെന്നും മാത്രമല്ല, കയ്യിൽ കിട്ടിയാൽ 100% തന്നെ കൊല്ലുമെന്നറിയാവുന്ന സുഗ്രീവൻ ജീവരക്ഷാർത്ഥം ഓടി ഋഷ്യമൂകാചലത്തിൽ ബാലികേറാമലയിൽ അഭയം പ്രാപിച്ചു. അങ്ങനെയാണ് ഋഷ്യമൂകാചലത്തിൽ സുഗ്രീവൻ എത്തപ്പെടുന്നത്. സുഗ്രീവന് എന്തെന്നില്ലാത്ത ദുഃഖം. അതിൻ്റെ പ്രധാന കാരണം സുഗ്രീവൻ്റെ ഭാര്യയായ രുക്മയെ ബലാത്കാരേണ വിവാഹം കഴിച്ചു. ആര്? ബാലി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നു അത്. അനുജനെ ആട്ടിയോടിച്ച് അനുജൻ്റെ ഭാര്യയെ ബലാത്കാരേണ പ്രാപിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തത് മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. അതിന്നും ക്രൈമാണ്. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത്, അനുജനെ ആട്ടിയോടിച്ച് അനുജൻ്റെ ഭാര്യയെ ബലാത്കാരേണ വിവാഹം ചെയ്യുന്നത്, എല്ലാ കാലത്തും ഇതൊക്കെ പാപം തന്നെയാണ്. പക്ഷേ രാമൻ്റെ കാലത്ത് ഈ പാപം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും ബാലിയെ കൊന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. തൻ്റെ ഭാര്യയെ കണ്ടെത്തുവാൻ വേണ്ടി ഏറ്റവും ഉത്തമനായ ഒരു സംഘത്തെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു രാമൻ. അപ്പോഴാണ് ഹനുമാൻ രാമൻ്റെ മുന്നിൽ വന്നുപെടുന്നത്. ആദ്യ മാത്രയിൽ തന്നെ ഇത്രയും നാൾ താൻ തേടി നടക്കുന്ന ഗുരുനാഥൻ, തൻ്റെ ആരാധ്യദേവൻ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു എന്നൊരു ബോധ്യം ഹനുമാന് ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണ് ചില ആളുകൾ പരസ്പരം കാണുമ്പോൾ ആദ്യമായിട്ട് ആണെങ്കിലും അവർക്കിടയിൽ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ്, ഒരു അടുപ്പം ഫീൽ ചെയ്യും. അത് നമ്മുടെ പൂർവ്വജന്മ സുഹൃതം എന്നൊക്കെയാണ് നമ്മളതിന് പറയുന്ന വാക്ക്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, പരിചയമൊന്നുമില്ല. പക്ഷേ ഒന്ന് പരിചയപ്പെട്ടാൽ, ഒന്ന് അടുത്ത് കണ്ട് കുറച്ച് സംസാരിച്ചാൽ തന്നെ അവരുമായിട്ട് വളരെ ഡീപ്പായ രീതിയിൽ നമ്മുടെ ഹൃദയങ്ങൾ അടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതൊരു സുഹൃതമായിട്ടാണ് നമ്മുടെ ഭാരതം അതിനെ കണക്കാക്കുന്നത്. അങ്ങനെ ഹനുമാൻ ശ്രീരാമനെ കണ്ടതും ശ്രീരാമൻ ഹനുമാനെ കണ്ടതും അവർ തമ്മിലുള്ള ഒരു പൂർവ്വജന്മ സുഹൃതം പോലെ വലിയ ഒരു ആകർഷകത ഉണ്ടായി. ഹനുമാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളിങ്ങനെ അയോധ്യയിലെ രാജകുമാരന്മാരാണ്, കാട്ടിൽ നടന്ന സംഭവങ്ങളും സീതയെ അപഹരിച്ചു കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ യജമാനുണ്ട്. ഹനുമാൻ പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെ ബാലികേറാമലയിലാണ്, ഋഷ്യമൂകാചലത്തിലാണ്. ആ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയാണെങ്കിൽ സീതാദേവിയെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരക്കണക്കിന് വാനര സൈന്യമുണ്ട്, അവരും നിങ്ങളെ സഹായിക്കുന്നതാണ്. പരസ്പര ഭാവന, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് പറഞ്ഞത്. അങ്ങനെ ഹനുമാൻ രാമലക്ഷ്മണരെയും കൂട്ടിയിട്ട് ഈ ഋഷ്യമൂകാചലത്തിൽ എത്തുമ്പോൾ അവിടെ വളരെ സങ്കടത്തിലാണ് നമ്മുടെ സുഗ്രീവൻ. സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ, എൻ്റെ ഭാര്യ സീതാദേവിയെ കണ്ടെത്തുവാൻ നിങ്ങൾ സഹായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യയെ വീണ്ടെടുക്കുവാനും നിങ്ങളുടെ ജ്യേഷ്ഠനെ നിഗ്രഹിച്ച് രാജ്യം നിങ്ങൾക്ക് നൽകുവാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സംശയം, അതിനുള്ള കരുത്ത്, ബാലിയോട് ഏറ്റുമുട്ടി തോൽപ്പിക്കുവാനുള്ള കരുത്തൊക്കെ ഈ നിസാരനായ ഒരു 6 അടി ഹൈറ്റുള്ള ഈ മനുഷ്യനുണ്ടോ എന്ന് ഇങ്ങനെ സംശയദൃഷ്ട്യാ നോക്കിയ സമയത്താണ് കൂറ്റൻ മല പോലെ അവിടെ കിടക്കുന്ന ദുന്ദുബിയുടെ ആ അസ്ഥി കൂടാരം, ദുന്ദുബിയുടെ മരണശേഷം ആ അസ്ഥി അവിടെ ഋഷ്യമൂകാചലത്തിലുണ്ട്. രാമൻ തൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് അത് ഒന്ന് കാലുകൊണ്ടെടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ സുഗ്രീവന് കാര്യങ്ങൾ ബോധ്യമായി. ഇദ്ദേഹത്തെ കൊണ്ട് ബാലിയെ നിഗ്രഹിക്കുവാൻ കഴിയും എന്ന ബോധ്യം കൃത്യമായിട്ട് സുഗ്രീവന് വരികയും സുഗ്രീവൻ സീതാദേവിയെ കണ്ടെത്തുവാനുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാമെന്നും പകരം ബാലിയെ നിഗ്രഹിച്ച് എൻ്റെ ഭാര്യയെ വീണ്ടെടുക്കണം, ഒപ്പം എനിക്ക് എൻ്റെ രാജ്യത്തെ തിരികെ തരണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് ഒരു ദിവസം സുഗ്രീവനോട് പറയുന്നു, സുഗ്രീവ, നീ ചെന്നിട്ട് നിൻ്റെ ജ്യേഷ്ഠനെ യുദ്ധത്തിന് വെല്ലുവിളിക്കുമെന്ന്. യുദ്ധത്തിന് വെല്ലുവിളിച്ചു. യുദ്ധം രാമൻ കണ്ടു നിൽക്കുകയാണ്. അനായാസേന ബാലി സുഗ്രീവനെ തല്ലി തോൽപ്പിച്ചു. രാമനൊന്നും ചെയ്തില്ല. എന്തുകൊണ്ട് രാമനൊന്നും ചെയ്യാതിരുന്നത്? ഒരാളെ ആശ്രയിക്കുന്നതിന് പകരം തന്നെ കൊണ്ട് തന്നെ ആ കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നമ്മൾ പരിശ്രമിക്കണം. എല്ലാത്തിനും പരസഹായം അത് നല്ലതല്ല.
നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുകയും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് പരാശ്രയത്തെ തേടുകയും വേണം എന്ന് പറയുമ്പോഴാണ് ബാലിയുടെയും സുഗ്രീവൻ്റെയും കരുത്ത് പോരായ്മ എന്താണെന്ന് ബോധ്യപ്പെടുവാൻ വേണ്ടിയിട്ട് രാമൻ ആ യുദ്ധം കണ്ടു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ രാമനൊരു കാര്യം മനസ്സിലായി, ബാലിയെ തോൽപ്പിക്കുവാൻ സുഗ്രീവന് മാത്രം കഴിയില്ല. ബാലിക്കൊരു വലിയ വരം കിട്ടിയിട്ടുണ്ട്. ആരോടാണോ മുഖാമുഖം ഏറ്റുമുട്ടുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ പാതി ശക്തി ബാലിക്ക് പോകും. അപ്പോൾ രാമനോട് ഏറ്റുമുട്ടിയാൽ ആദ്യത്തെ ബാണൻ രാമൻ അയക്കുമ്പോൾ തന്നെ രാമൻ്റെ പാതി ശക്തി ബാലിക്ക് പോയാൽ അനായാസന രാമൻ വധിക്കപ്പെടും. ഇത് ബുദ്ധിപൂർവമായ തീരുമാനം അല്ലായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ രണ്ടാമത് വീണ്ടും യുദ്ധത്തിന് വിളിച്ചപ്പോൾ താര പറയുന്നുണ്ട്, അതായത് ബാലിയുടെ ഭാര്യ പറയുന്നുണ്ട്, ഒളിച്ചോടിപ്പോയ ശത്രു, പേടിച്ചോടിപ്പോയ ശത്രു, തോറ്റോടിപ്പോയ ശത്രു വീണ്ടും നിങ്ങളെ യുദ്ധത്തിന് വിളിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിറകിൽ വലിയൊരു ചതിയുണ്ടാകും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തോറ്റോടിപ്പോയ ശത്രു രണ്ടാമതും വരുന്നു എങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു വലിയ ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. ആയതിനാൽ നിങ്ങൾ ഈ യുദ്ധത്തിന് പോകരുത് എന്ന് ഭാര്യ ഓർമ്മപ്പെടുത്തിയിട്ടും അതൊന്നും വകവയ്ക്കാതെ യുദ്ധത്തിന് പോവുകയാണ് ബാലി ചെയ്യുന്നത്. ബാലി ഒരു ആവേശക്കാരനാണ്. ഈ ആവേശം ബാലിക്ക് ഗുണം ചെയ്തോ, തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നാളെ വിശദീകരിക്കാം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പത്തിൽ വാണരുളുന്ന ക്ഷേത്രമാണ് പായത്തെ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. തകർന്നടിഞ്ഞു കിടന്നിരുന്ന ഈ ക്ഷേത്രത്തെ പുനരുജ്ജീവിപ്പിച്ചത് സംഘവും ക്ഷേത്ര സംരക്ഷണ സമിതിയുമാണ്. ഉത്തര മലബാറിലെ അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. നൂറ്റാണ്ടുകളായി തകർന്നടിഞ്ഞു കിടന്ന ക്ഷേത്രം ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി പ്രശ്നചിന്തയിൽ തെളിഞ്ഞതോടെയാണ് പായം ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായി ഈ ക്ഷേത്രം നവീകരിക്കപ്പെട്ടത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ വിശ്വാസികൾ കൈമെയ്മറന്ന് ഒരുമിച്ചതോടെയാണ് പുനരുദ്ധരിക്കപ്പെട്ടത്. വൃത്താകാരത്തിലുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതോടെ പായം എന്ന നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറി. പുനരുദ്ധാരണവും പ്രതിഷ്ഠയും നടന്നതിന് ശേഷമാണ് കണ്ണൂർ ജില്ലയിൽ നാലമ്പല ദർശനം സാധ്യമായത്. 5 തലമുറ മുമ്പ് വരെ ഇവിടെ ക്ഷേത്രമായിട്ട് ഉണ്ടായില്ല. 5 തലമുറ പറയുമ്പോൾ ഒരു 10-400 വർഷമായില്ലേ. അത്രയും വർഷം മുമ്പ് ക്ഷേത്രം ഉണ്ടെങ്കിലേ പറയാൻ പറ്റും. കാരണം 5 തലമുറ വരെ ഏകദേശം നമുക്ക് വിവരം കിട്ടും. കാരണം അച്ഛൻ്റെ അച്ഛൻ ഒക്കെ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. വെറും ഒരു ക്ഷേത്രത്തിൻ്റെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ആ ഒരു വട്ടശ്രീകോര്, അത് പ്രാധാന്യമാണ്. വട്ടശ്രീകോര് വളരെ കുറവായിട്ടേ ഉണ്ടാവും. അതേരില്ലേ, അപ്പോൾ അത് ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഈ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് നാലമ്പല ശരിക്കും സജീവമായത്. പിന്നെ പഴക്കം എന്ന് പറയാൻ ഒരാൾക്കും ഓർമ്മയില്ല. ഒരു 5 തലമുറപ്പെട്ടവരുടെ ഒരു വിവരമില്ല. അതിൻ്റെ ഒരു അത്രയും പഴക്കം എനിക്കൊന്ന് ഏറ്റവും ചുരുങ്ങുന്നത് ഒരു 1000 വർഷം മുമ്പ് മാത്രമേ ഇവിടെ ഇതുണ്ടാവും. കാരണം അതിനൊരു തെളിവ് എന്ന് പറയാൻ മണിക്കിണറുണ്ടല്ലോ. മണിക്കിണർ എന്ന് പറയുന്നത് സംഭവം നമ്മൾ നിർമ്മാണ പ്രവർത്തനവും മണിക്കിണറൊന്നും ഇല്ല. അതൊക്കെ ഇങ്ങനെ മണ്ണും കൂടി കിടക്കുക കംപ്ലീറ്റ്. അപ്പോൾ നമ്മുടെ പ്രശ്നവശാൽ പറഞ്ഞിങ്ങനെ ഇവിടെ മണിക്കിണറുണ്ട്, നിങ്ങളത് കുഴിച്ചാൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് വിശ്വസിക്കാനല്ല, കാരണം ഒരു തറയാണ് കിടക്കുന്നത്, മണിക്കിണറല്ല. അപ്പോൾ മണ്ണ് ആ കാണിച്ച സ്ഥലത്ത് മണ്ണ് കുഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ കുഴിയിൽ മണ്ണ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എത്ര കാലം ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രയും വലിയൊരു മണിക്കിണർ ഇങ്ങനെ മൂടി പോണ്ടിക്കുള്ള കാലഘട്ടത്തിലാണ് ഓർമ്മിച്ചത്. അതാണ് അതിൻ്റെ പഴക്കം. ഭഗവാന്റെ ഒരു കൈയിൽ സുദർശന ചക്രം അല്പം ഉയർത്തി രാജകീയ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തർക്കെല്ലാം അഭീഷ്ടസിദ്ധി പ്രദാനം ചെയ്യുന്നതായാണ് വിശ്വാസം. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിശ്വാസികളും ഒപ്പം ചേർന്ന് ഘട്ടം ഘട്ടമായി ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തികൾ നടത്തിവരുന്നുണ്ട്.
ആധ്യാത്മിക വഴിയിലേക്ക് ഒരു നാടെങ്ങനെ നടന്നു കയറുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ് പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. ഒരു കാലഘട്ടത്തിൽ ഈ പായം എന്ന് പറയുന്നത് ദൈവവിശ്വാസം കുറഞ്ഞൊരു നാടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയോട് കൂടി ഈ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറും എന്ന് പറഞ്ഞ് സ്വർണ്ണപ്രശ്നം അതുപോലെ പ്രശ്നചിന്തകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനു മുന്നേ ദുർമരണങ്ങളും മറ്റു കാര്യങ്ങളും ഈ പരിസരത്തും ഈ നാട്ടിലും നടക്കുന്നതുണ്ടായിരുന്നു. അങ്ങനെ പല ആളും അവരവരുടെ വീടുകളിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി പ്രശ്നചിന്തകൻ്റെ അടുക്ക പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന വിവരം ഇതുപോലെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു ക്ഷേത്രം അവിടെ എവിടെയോ ഉണ്ട്. അത് പുനരുദ്ധരിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് ഈ ആ ഗ്രാമത്തിൻ്റെ ഉയർച്ചയ്ക്ക് മുതൽക്കൂട്ടാവൂ എന്നുള്ള വിവരം എല്ലാ വീടുകളിൽ നിന്നും ഇങ്ങനെ ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ നാൽക്കാലികൾ മരണം അങ്ങനെയുള്ള ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇതുപോലെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം ഈ നാട്ടിലുണ്ട്. അത് സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ്. അങ്ങനെ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി പായം ഗവൺമെൻറ് UP സ്കൂളിൽ ചേരുകയും മറിഞ്ഞുപോയ KG മാരാരുടെ ജ്യേഷ്ഠൻ KB മാരാർ ഇവിടെ വരികയും നാട്ടുകാരുടെ ഒരു സംയുക്ത യോഗത്തിൽ സംസാരിച്ച് അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ആ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി ഇന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും, നാട്ടിലേന്ന് മാത്രമല്ല ഈ ഇരിട്ടി പട്ടണത്തിന് ഇങ്ങോട്ട് എല്ലാ ജനങ്ങൾ സഹകരിക്കാൻ തുടങ്ങി. ഒരു 2-3 കൊല്ലം 2019 നമ്മുടെ ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം നാലമ്പല ദർശനത്തിൻ്റെ ഒഴുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജനങ്ങൾ ഇവിടെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. സുദർശന ചക്രം ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. രാമായണ മാസത്തോടനുബന്ധിച്ച് ദിവസവും രാമായണ പാരായണവും ഇവിടെ നടക്കുന്നു. പായം ശത്രുഘ്ന ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് രാമായണ മാസത്തിലെ പുണ്യവും പേറി മനസ്സു നിറഞ്ഞാണ് ഭക്തർ ഇവിടെ നിന്ന് മടങ്ങുന്നത്.